ഹലോ ഗൈസ്, അപ്പം കുറേ നാൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു ഫ്രീക്ക് ജീസസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഓഫ് ഡെയിലി വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ കുറച്ച് ദിവസമായി നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ദിവസമായി നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ വർക്കായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അവിടെ ലൈറ്റ് അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോം ടൂർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോം ടൂർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വെറുത്തു പോകും. കാരണം വീടാകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. അപ്പം കുറച്ചൊന്ന് വൃത്തിയാക്കിയിട്ടേ നമുക്ക് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോലവും ഈ പട്ടിക്കൂറ കോലവും എന്താ ഇതെല്ലാം ഈ വൃത്തിയാക്കലിൻ്റെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം രാത്രി 11:20 11:20 ആയി ഗൈസ്. നേരായിട്ട് ഞാനും സെറിയും കൂടെ വൃത്തിയാക്കൽ തുടങ്ങിയാണ്. പക്ഷേ അത് ഹാഫ് വേ ത്രൂ അല്ല, അത് 4/1 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് പണിയുണ്ട്, കുറേ പണിയുണ്ട്. ഇനി എവിടം വരെ ആവും, ഇന്നൊന്നും തീരത്തില്ല. ഇന്ന് തീർന്ന് മൊത്തം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ കാണിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം എനിക്ക് അറിഞ്ഞൂടെ എത്ര ദിവസം എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ മുകളിൽ കുറേ നമ്മളെ തുണികളൊക്കെ, ഒരു കെട്ട് തുണികൾ കുറേ നാളായിട്ട് ഈ മറ്റേ ലോറിയിൽ മണ്ണൊക്കെ കൊണ്ടിട്ടിരുന്ന കണക്ക് നിറയെ തുണികൾ കിടപ്പുണ്ടായിരുന്നു. അതിനെല്ലാം മടക്കി വൃത്തിയാക്കി. അപ്പോൾ അത് നമുക്കൊന്ന് പോയി നോക്കാം. ഇരുട്ടായ എന്തായി അവസ്ഥയെന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. മിരിക്കുട്ടി നമ്മുടെ കൂടെ നടക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതിട്ട് നമ്മുടെ പഴയ ഡൈനിങ് ടേബിളാണ് ഗൈസ്. ഈ പഴയ ഡൈനിങ് ടേബിൾ നിറച്ചും ഇങ്ങനെ കുന്നുപോലെ തുണികളായിരുന്നു. നമ്മൾ കഴുകി നനച്ചിടുന്ന തുണികൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇവിടെ ഇടും. ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇവിടം വരെ ഇങ്ങനെ പൊങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ തുണി കംപ്ലീറ്റ് തുണികളായിരുന്നു. ആകെ ഒരു മെസ്സായിരുന്നു ഗൈസ്. അപ്പം ഇപ്പോഴാണ് നമ്മളതൊന്ന് വൃത്തിയാക്കി എടുത്തത്. ഇതൊക്കെ ഒന്ന് വൃത്തിയായി, തുണിയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതപ്പോൾ മുറി വൃത്തിയാക്കുകയാണ്. എനിക്ക് അധികം ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല ഗൈസ്, മമ്മിൻ്റെ ആട് ഉറക്കമാണ്. അപ്പം നമ്മൾ മുറി വൃത്തിയാക്കി തുടങ്ങി. അതിൻ്റെ ജസ്റ്റ് ഞാനൊരു എന്താ പറയുക, കുറച്ച് ഞാൻ കാണിച്ചു തരാം. മുറി വൃത്തിയാക്കുന്നതല്ല, എന്തായി അവസ്ഥയെന്നുള്ള കാണിച്ചു. ചെറിയ മിക്കവാറും അവിടെ പടമായി കാണും. നമുക്കൊന്ന് ലൈറ്റായിട്ട് നോക്കാം. കം ഓൺ. ചെറിയ എന്താ ഇവിടെ അവസ്ഥ? ഇവിടെ ഒതുക്കണം, ഇവിടെയൊക്കെ വൃത്തിയാക്കണം. ഫാനുണ്ടോ അഴുക്കല്ലേ? അപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. റൂം എന്താണ്ട് ആകെ കുളമായിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഹോം ടൂർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുത്തു. അതുകൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി വൃത്തിയാക്കുകയാണ്. വീട് എപ്പോഴും തുടയ്ക്കാറൊക്കെ ഉണ്ട്, തൂക്കാനും തുടയ്ക്കാറൊക്കെ ഉണ്ട്. ഒരു ചേച്ചി വരാറുണ്ട്, ഒരു തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡീപ്പ് ക്ലീനിങ് ആണ്, അല്ലേ ചെറിയ? നമ്മളിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ അലങ്കോലമായി കിടക്കുകയാണ്. ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് പൊടിയും വലയൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഗൈസ്. ഹോം ടൂർ ചെയ്യാൻ മാത്രം ഭയങ്കര സംഭവമൊന്നുമില്ല, എന്നാലും നമ്മളുടെ ഒരു ഹോമിൻ്റെ ടൂർ നമ്മൾ ചെയ്യും. എടി, നിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ടുകൂടാ. ഇത് ബോഡി ഇതിപ്പം ക്ലീൻ ചെയ്തപ്പോ ഇതിന്റെ ഇടയിൽ നിന്ന് കിട്ടിയെടുത്ത് വെച്ചത് എന്തോന്ന് പോളി. അപ്പം ഇതെല്ലാം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വൃത്തിയുള്ള ഒരു ഹോം ടൂറുമായി വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ ഒരു ടൂറിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറയില്ല. ഈ വീഡിയോ തന്നെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്തിടാൻ പോകണം. ഈ വീഡിയോയുടെ അടുത്ത ഞാനിങ്ങനെ കട്ട് ചെയ്ത് അടുത്തത് കാണുന്നത് നമ്മളിതുപോലെ കുറച്ച് വൃത്തിയാക്കുന്ന ക്ലീൻ ചെയ്യുന്ന കുറേ ഭാഗങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കും. മൊത്തം കാണിച്ചാൽ നിങ്ങൾ വെറുത്തു, നിങ്ങൾ മടുത്തു. നമുക്ക് ഇതിവിടെ വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഓക്കെ, സോറി. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ആദ്യം അതിനിടയിൽ കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇന്ന് ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്, 19-ാം തീയതി. അതായത് ജൂലൈ 19-ാം തീയതി ആണ് ഇന്ന്. നാളെ ജൂലൈ 20-ാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം
എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചങ്കുമായ അപർണയ്ക്ക് ഒരു 1.5 മാസം മുമ്പേ ഒരു കൊച്ചുണ്ടായി. ഷീ ഡെലിവേർഡ് എ ബ്യൂട്ടിഫുൾ ബേബി ഗേൾ. അപ്പം ആ ബേബി ഗേളിൻ്റെ നൂലുകെട്ട് ചടങ്ങാണ് നാളെ. അപ്പം ഞാനും സെറിയും അതിന് പോകാനിരുന്നതാണ്. എല്ലാം സെറ്റായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് പോകാൻ പറ്റിയില്ല. ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ മാത്രം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല ഗൈസ്. ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് വളരെയധികം വിഷമമുണ്ടായ ഒരു കാര്യത്തിൽ. കാരണം പോകാൻ പറ്റുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അതൊരിക്കലും എന്തൊക്കെ മിസ്സായാലും അത് മിസ്സ് ചെയ്യരുത് എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട നമ്മളുടെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഈ പറയുന്ന ആൾ, അപർണ ഷാജി. അപ്പം അപർണ, ഐ എം റിയലി സോറി. നിനക്കറിയാമല്ലോ എനിക്ക് വരാൻ പറ്റുമെന്നുണ്ടായി ഞാൻ വന്നേനെ. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. വളരെയധികം വിഷമമുണ്ട് വരാൻ പറ്റിയതിന്. പക്ഷേ നമ്മൾ ഉടൻ തന്നെ എപ്പോഴെങ്കിലും നമ്മൾ വരുന്നതാണ്. വന്നിട്ട് നമ്മൾ അതിനെല്ലാം പരിഹരിക്കുന്നതാണ്. ഓക്കെ, ഐ എം റിയലി സോറി. സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നറിയാം. നിൻ്റെ നിലയിട്ടുമെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. സോറി, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതെനിക്ക് ഇതിനിടയിൽ പറയണമെന്ന് തോന്നി ഗൈസ്. കാരണം എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ആ ഒരു ചടങ്ങ് മിസ്സായി. സോ ഓക്കെ, അതിവിടെ പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഞാൻ കാണിച്ചു തരാം. എന്താ വീട് കിടക്കുന്ന അവസ്ഥ കണ്ടല്ലോ ഗൈസ്. ഇതാ മൊത്തത്തിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡോറ്, നമ്മുടെ കോറിഡോർ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ വരാന്ത. ഓക്കെ, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, ഏകദേശം വൃത്തിയായിട്ടൊക്കെ തന്നെ കിടക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ വിഷ്വലി കാണുമ്പം വലിയ വൃത്തികേടൊന്നുമില്ല ഗൈസ്. കാരണം പൊതുവേ നമ്മൾ വൃത്തിയാക്കി തന്നെയാണ് എല്ലാം ഇടുന്നത്. പറഞ്ഞാൽ ഈ റൂമുണ്ട്, ഈ റൂം ആകെ അലങ്കോലമാണ്. ഇത് നമ്മുടെ വർക്ക് റൂമാണ് ഗൈസ്. അപ്പം സെറി വർക്ക് ചെയ്യുന്ന സ്ഥലം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എല്ലാം ഈ മുറിയാണ് ഗൈസ്. നമ്മുടെ ടീഷർട്ട്സും ബ്രാൻഡിൻ്റെ പരിപാടികളെല്ലാം ഇതെവിടെയാണ് ഗൈസ്. ഇവിടെയാണ് ഞാൻ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്, സെറി ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് റൂം ഗൈസ്. അപ്പോൾ ഇവിടെ ആകെ കുളമായി കിടക്കുകയാണ്. അപ്പം ഇതും ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതുമെല്ലാം വൃത്തിയാക്കി, പിന്നെ അതുപോലെ ഇത് വലിയ വൃത്തികേടെന്ന് തോന്നുന്നില്ലായിരിക്കും കണ്ടിട്ട്. പക്ഷേ ഇതെല്ലാം ഒന്നുകൂടെ നമ്മളൊന്ന് പൊടിയും തട്ടി വൃത്തിയാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഹോം ടൂറിന് വരും. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഒരു സ്നീക്ക് പീക്ക്. ഇതൊരു മുറിയാണ്, ഇതും വൃത്തിയാക്കും. ഇത് നമ്മളുടെ ഡൈനിങ് റൂമാണ്. അധികം കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഇത് കിച്ചണാണ്. പിന്നെ അവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ സ്നീക്ക് പീക്ക്. അപ്പോൾ ഇതൊക്കെ ആകെ ചളമായി കിടക്കുകയാണ്, ആകെ വൃത്തികേടായി കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിതെല്ലാം നല്ല ക്ലീനാക്കി സൂപ്പറാക്കി എല്ലാം നല്ല ഒതുക്കി നല്ല പൊളപ്പനാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അപ്പം ഇതിൽ വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഇതിങ്ങനെ കിടന്നു. ഹോം ടൂറിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നത് വളരെയധികം സന്തോഷം. മമ്മൻ്റെ ആടും കാണുമ്പോൾ മമ്മൻ്റെ ആടും വിചാരിക്കുമായിരിക്കും അവർ നന്നായി വീഡിയോ എടുക്കുന്ന പേര് പറഞ്ഞെങ്കിലും ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവർ വൃത്തിയാക്കുന്നുണ്ടല്ലോ എന്ന് പറയും. വൃത്തിയാക്കുന്നുണ്ട് കേസ്, അങ്ങനെ ആക്കുന്നില്ലെന്നല്ല. ഈ വീട് മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഒറ്റയടിക്ക് വൃത്തിയാക്കി ഇപ്പം ചെയ്യുന്നത് നിങ്ങൾക്ക് ഹോം ടൂർ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല, അതിനൊരു കാരണമാക്കിയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊപ്പം വീട് വൃത്തിയാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമ്മൾ വീട് നല്ല പൊളപ്പാക്കിയിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വരുത്താനുണ്ടോ, കൂടുതൽ വൃത്തിയാക്കാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന്. എൻ്റെ വീടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ അല്ലേ എന്തായാലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുറ്റം, ഞാൻ ഗാർഡൻ കാണിച്ചു തരാമാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞ് കുളമാക്കുന്നില്ല. അതെന്തായാലും ഒരു ഗാർഡൻ ടൂറും കൂടെ കാണും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോം ടൂറും ഗാർഡൻ ടൂറും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തൂ, നമ്മളെ കമൻസ് വഴി നമ്മളെ അറിയിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി അപ്പം ഞാൻ ഈ ഒരു കാര്യം അപർണയുടെ കാര്യം പറയാം. അപർണയുടെ കൊച്ചിൻ്റെ നൂലുകെട്ടിന് വരെ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അപർണ, ഐ എം റിയലി സോറി. നമ്മൾ ഉടൻ തന്നെ കാണുന്നതാണ്. ഞാനിത് അപ്പം നികത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ ക്ലീനിങ്ങിലോട്ട് പോകാം ഗൈസ്. ഞാൻ ഉടൻ തിരിച്ച് വരുന്നതാണ്. ബൈ.
ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു. നമ്മളിനി അടുത്തത് നമ്മളുടെ അപ്പോൾ നമ്മൾ ബെഡ് റെഡിയാക്കുന്നത് പെട്ടെന്ന് കണ്ടു. അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു. ദാ അടിപൊളിയായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞു ഗൈസ്. ഇന്ന് നമ്മൾ പോയി ഇത് നമ്മൾ ലുലുന്ന് മേടിച്ച ബെഡ്ഷീറ്റാണ്. അന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത ബെഡ്ഷീറ്റിൽ ഒരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് പോയി കുളിച്ചിട്ട് എന്താ പരിപാടി? കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമ്മൾ പുറത്തു പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്ഥിരം ചായ സ്പോട്ടിൽ പോയി വല്ലതും കഴിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ കാണാം ഗൈസ്. നമ്മുടെ കുറുമ്പി നമ്മുടെ മിലി ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ ഒരുപാട് സഹായിച്ചു ഗൈസ്. സ്ഥിരമുള്ളതാണ്, ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഇവിടെ എത്തിക്കോളും. സഹായിക്കാനല്ല, ശല്യം ചെയ്യാനായിട്ട്. കടിക്കുന്നുണ്ടോ? വേദനിപ്പിക്കത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കടിക്കത്തേ ഉള്ളൂ. അല്ല അല്ല, ഇതാണ് ഇവളുടെ സ്വഭാവം, കുരങ്ങിൻ്റെ സ്വഭാവമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം. സോറി ഗൈസ്, കുളിസി. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ കുളി കഴിഞ്ഞെത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല സൂപ്പർ തണുത്ത വെള്ളം, മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത് കിടക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഹൗസ് ക്ലീനിങ്ങിൻ്റെ പരിപാടി നേരത്തെ അവസാനിച്ചു. പെട്ടെന്ന് നമ്മൾ ഹൗസ് ക്ലീൻ തീർന്നു. ഞാൻ പറഞ്ഞ പോലെ കുറച്ചായിട്ടായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ ഹൗസ് ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ ഹൗസ് ക്ലീനിങ്ങിൻ്റെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഹൗസ് ക്ലീനിങ് അവിടെ വെച്ച് നിർത്തിയിട്ട്, ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി നിർത്തിയിട്ട് നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു ഗൈസ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഹൗസ് ക്ലീനിങ് നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല തീർക്കാൻ പോകുന്നത്. 2-3 ദിവസമായിട്ടായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഈ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഡെയിലി വ്ളോഗ്. ഇന്നാണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി കഴിക്കാനും വ്ളോഗ് ചെയ്യാനും, വെളിയിൽ പോയി വ്ളോഗ് ചെയ്യാമെന്നല്ല, പൊതുവെ വ്ളോഗ് ചെയ്യാനൊരു മനസ്സ് തോന്നി. അതുകൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പം അതാണ് പരിപാടി. അപ്പോൾ ഞാനും സരിയും കൂടി ഇപ്പോൾ നമ്മുടെ സ്ഥിരം ചായ സ്പോട്ടിൽ പോയിട്ട് ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഞം അടിക്കാൻ പോകണം ഗൈസ്. അപ്പം ഹോപ്പ്ഫുള്ളി നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ടാടാ, ബൈ ബൈ. വീഡിയോ ആയിട്ട് മൈക്ക് വാങ്ങിയില്ലേ എന്ന ചോദ്യം എന്നെ വല്ലാണ്ട് അലട്ടും. ശരിയാണ് ചോദിക്കുന്നത്, യാതൊരു തെറ്റില്ല. ഇവിടെ പണി കഴിഞ്ഞു, റോഡ് ശരിയാക്കിയ പോകുന്നുണ്ടല്ലേ. ഒരു മിന്നാമിനിങ്ങിനെ കണ്ട അല്ല, അത് കിട്ടിയില്ല. ഞാൻ മിന്നാമിനിങ്ങ ഞാനത്തിന് എടുക്കുന്നത്. മിന്നാമിനിങ്ങിയെ കണ്ടിട്ട് ഞാനിങ്ങനെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. മിന്നാമിനിങ് ഇപ്പം എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ അതൊരു ഫാക്റ്റാണ്. മിന്നാമിനിങ് ഇപ്പം ചത്തോണ്ടിരിക്കുകയാണ്, നമുക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഈ അടുത്തെ. ഡ്രാഗൺ ഫ്ലൈയുടെ മറ്റേ എന്തോ തന്നെ പറയുന്നത്, എന്തോ ഇംഗ്ലീഷിലെ മിന്നാമെന്നങ്ങ് അതിന് എന്ത് എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, അപ്പം അതിനെ സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അത് തന്നെ. അപ്പം ഞാനിപ്പോൾ വെളിയിറങ്ങിയപ്പോൾ ഒരു മിന്നാമിനിങ് കണ്ട് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടി.
കറക്റ്റായിട്ട് ലൈറ്റ് കത്തുമ്പോൾ പോലെ കിട്ടി. പക്ഷെ ഞാൻ ആ റെക്കോർഡ് ഞെക്കിയിട്ടില്ലായിരുന്നു. അതാണ് ഞാൻ ലാസ്റ്റ് ഡെസ്പായി പോയി. കറക്റ്റായിട്ട് കിട്ടിയാണ്, സൂം ചെയ്ത് കിട്ടി. പക്ഷെ റെക്കോർഡ് പിന്നെ ഞാൻ ഞെക്കിയപ്പോഴത്തെ കാണുന്നില്ല. അങ്ങനെ മിന്നാമിന്നി കിട്ടിയില്ല. ഇപ്പൊ റെക്കോർഡ് ഞെക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉമ്മ പറയപ്പെടും. അങ്ങനെ അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്താണ്? KEV ബൈക്ക് ബുള്ളറ്റ് ആണ്. എന്തായിക്കട്ടെ, KEV എന്ന് പറയുമ്പോ പഴയ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതെ, നമ്മൾ വിചാരിച്ചത് KEV എന്തോന്ന് വിചാരിച്ചില്ലേ? KEV അല്ലേ? KEV അത് 1989 ആ സമയത്തൊക്കെയുള്ള കേരള രജിസ്ട്രേഷൻ. ലൈറ്റ് ഇട്ടിട്ടുണ്ടല്ലേ? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചായ സ്പോട്ട് എത്തിയിരിക്കുന്നു. നമ്മളിങ്ങോട്ട് കയറുന്നു. ഇല്ലേ, ഇന്നവിടെ ആരും ഇല്ലേ? അയ്യോ, കട ഉണ്ട്, പക്ഷെ ആളില്ല. നന്നായി, ഇതാണ് എനിക്കിഷ്ടം. അയ്യോ, നമുക്ക് മനസ്സമാധാനമായിട്ട് വണ്ടി പറിക്കാൻ പറ്റും. അതെ അതെ, നമ്മളുടെ ടീ ബൈറ്റ്സ് വന്നു. ബോയിൽഡ് എഗ്ഗ് പറയും. അവിടെ മുട്ടക്കറിയിൽ മുട്ട ഇടുന്നു. ഞാൻ പറഞ്ഞു മുട്ടയും കടിക്കാൻ ഒന്നും നോക്കില്ല. ഫുഡ് അടി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ പൊറോട്ടയും ബീഫ് റോസ്റ്റും ഞാൻ കഴിച്ചു. സെറി കഴിച്ചത് ദോശയും ബീഫ് റോസ്റ്റും. നല്ല ബീഫ് റോസ്റ്റായിരുന്നു. പിന്നെ പൊറോട്ട നല്ല ചൂട് പൊറോട്ടയാണ് സ്പോട്ടിൽ ചെയ്തത്. ദോശ കുറച്ച് തണുത്തു അല്ലേ? ഓൾറെഡി ചെയ്ത് വെച്ച ദോശയാണ്. എന്നാ പിടിച്ചോ, ഓൾറെഡി ചെയ്ത് വെച്ച ദോശയാണ് അവരടുത്ത് തന്നത്. ഹാൻഡിങ് ഓവർ ദ ക്യാമറ ടു ക്യാമറ ഗേൾ ജെറീന. അത്ര ഹെൽത്തി ഫുഡിങ് അല്ലായിരുന്നു അല്ലേ? ഹെൽത്തി ഫുഡിങ് അല്ലേ. രാത്രി ബീഫ് കഴിക്കണം, പക്ഷെ വേറൊരു സ്ഥലത്തും ഫുഡ് ഇല്ലായിരുന്നു. അതെ, വേറെ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കുരിശ് കാണാൻ പറ്റും. ഞാൻ അതിന്റെ മുകളിൽ കൂടെ പോകുമായിരുന്നല്ലേ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ഗൈസ്, നമ്മുടെ തിരുവനന്തപുരം. ശില്പ പറയുന്നത് പോലെ ദുബായ് ഈ സ്ട്രെച്ച് കണ്ടാ മതി, ദുബായ് കാണുന്ന പോലെയാണ്. അത് ശില്പ മാത്രമേ പറയൂ. അതെനിക്ക് ഇതാണെന്ന് തോന്നി, സ്ട്രെച്ചിന്റെ അല്ല ഈ മരത്തിന്റെ അവള് പറയുന്നത് SFS to phase 1 ആണ് ഒരു ദുബായ്, അത്രേ ഉള്ളൂ എന്നാണ് അവള് പറയുന്നത്. അത്രയൊക്കെ കാണാനുള്ളൂ. ഇറ്റ്സ് ഓൾ ബിൽഡിങ്സ്, എന്തോ എത്ര കാണാനെന്ന്. ഒരുമാതിരി പറഞ്ഞ് വെറുപ്പിച്ച് കളഞ്ഞല്ലേ. ഒരുമാതിരി ഒരു സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പറയുമ്പോഴാണ് പറഞ്ഞത്. എന്താന്ന് സത്യം, എനിക്ക് ആകെ പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലം ദുബായാണ്. പക്ഷെ അവള് പറഞ്ഞതിന് ശേഷം പോണം എന്ന് പോലും തോന്നുന്നില്ല. അവള് ആക്ച്വലി അവൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പൊ അവളത് എന്തിനാ വെറുതെ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നതാണ്. യാത്ര ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്താ യാത്ര? അവര് വെറുതെ പോയത് എന്താ പോവാൻ കാരണം? യദുവിന് ഇഷ്ടമായിരിക്കും അല്ലേ? യദു യാത്ര ഒത്തിരി ചെയ്യും. അല്ല, അവര് വെറുതെ ഫൺ ട്രിപ്പ് ആയിട്ട് പോയതല്ലേ? ഫൺ ട്രിപ്പ്, ഫാമിലി, അച്ഛനും അമ്മയും വലിച്ചടിച്ചോണ്ട് പോയത്. അവൾക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പം, പക്ഷെ ഇഷ്ടമാന്ന് തോന്നുന്നു. യദു എന്തായാലും ട്രിപ്പ് പോകുന്ന കൂട്ടത്തിലാന്ന് തോന്നുന്നു. സെൽഫി എടുത്താൽ എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി ഇല്ല. നോക്കി നടക്കാനല്ല, നോക്കി ഓടുകി. എന്തൊക്കെ പറഞ്ഞു തിരുവനന്തപുരം തന്നെ അല്ലേ? അതെ, ട്രിവാൻഡ്രം ഈസ് ഹോം. എനിക്ക് തോന്നുന്നു ഈവൻ പുറത്തുനിന്ന് വരുന്നവർക്ക് പോലും ട്രിവാൻഡ്രം അങ്ങ് ഇഷ്ടപ്പെടും. നമുക്ക് ട്രിവാൻഡ്രം ഭയങ്കര, നമ്മളിപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും വായിക്കുന്ന പോലെയാണ് ട്രിവാൻഡ്രം. എന്താന്ന് വെച്ചാൽ മാതൃഭൂമി ഒരു അടുക്കും ചിട്ടയില്ലാത്ത പോലെയാണ് ഇങ്ങനെ ഓരോന്ന്.
പക്ഷെ മലയാള മനോരമയിൽ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ട്. അതുപോലെ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയണ. ഐ ഓൾവേസ് ബീൻ എന്താന്ന് വെച്ചാൽ കൊച്ചി ആണെങ്കിൽ നമുക്ക് എന്തോന്ന്, കൊച്ചിനെ കണ്ട ഒരു ഹോസ്പിറ്റലൊക്കെ കണ്ടാലും നമുക്ക് എന്തോ പോലെ തോന്നും. അല്ല, പൊളിയൊക്കെയാണ്, പക്ഷെ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ട്രിവാൻഡ്രം ഫീൽ സേഫ്. അതെ അതെ ആയിരിക്കും. അതുപോലെ കൊച്ചിക്കാർക്ക് ഇവിടെ അത്ര സേഫ് ആയിട്ട് തോന്നൂല. അങ്ങനല്ല, കൊച്ചി എനിക്ക് തോന്നിയിട്ടുള്ള കൊച്ചിയും ട്രിവാൻഡ്രക്കാർക്ക് കൊച്ചി ഭയങ്കര എന്താണ് ഈസി ഗോ ആണ്. അതുപോലെ തന്നെ കൊച്ചിക്കാർക്ക് ട്രിവാൻഡ്രം വരുമ്പോഴും മറ്റേ അവരൊക്കെ വന്നിട്ടില്ലേ, കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനൊക്കെ അവർ പറയുന്ന കേട്ടില്ലേ, നമ്മുടെ കൊച്ചിക്കാരൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴേ എല്ലാവരും കംഫർട്ടബിൾ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ ട്രിവാൻഡ്രത്ത് നിന്നിട്ടുണ്ടായിരിക്കും, അല്ലെ അതൊക്കെ കൊണ്ടാണ്. പക്ഷെ എന്നാലും പക്ഷെ ട്രിവാൻഡ്രം വൈബാണല്ലേ. 2 മാസം കൊച്ചി പോയി നിന്നപ്പോൾ എൻ്റെ അമ്മോ, കൊച്ചി പോയപ്പോ ഇട്ട പാട്ടെന്തായിരുന്നു? അത് കൊച്ചി പാലം കയറിയപ്പോ, കൊച്ചി പാലം കയറി ടോള് കാണുമല്ലോ, പാലം കയറിയപ്പോ മറ്റേ ലാലിന്റെ ഹണിബിയാണ് കൊച്ചി നമ്മടെ കൊച്ചി, അതല്ലേ നമ്മടെ കൊച്ചി നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞ പാട്ട് കേട്ട് ഞാനിങ്ങനെ കൊച്ചി കേറി. പക്ഷെ ഇച്ചായൻ പോയ കമ്പനി ഇച്ചായനെ വെറുപ്പിച്ച്, കൊച്ചിയെ തന്നെ വെറുപ്പിച്ചു. അയ്യോ, കമ്പനി എന്നൊക്കെ പറഞ്ഞ ഒന്നും പറയണ്ട, കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ ഇടാല്ല. കൊച്ചി വെറുത്തല്ല, അങ്ങനെ കൊച്ചി ഞാൻ വെറുത്തില്ല. പക്ഷെ ട്രിവാൻഡ്രം മിസ് കൊച്ചി, എനിക്ക് അതാണ് കൊച്ചി എനിക്ക് പണ്ട് പോലെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കൂടി ഞാൻ പോയി 2 മാസം കൊച്ചി നിന്ന് അടുപ്പിച്ച് നിന്നപ്പോൾ ട്രിവാൻഡ്രം മിസ് ചെയ്ത് തള്ളി. ഇച്ചാന് കൊച്ചി പണ്ട് മുതലേ ഇഷ്ടമാണ്, കുറച്ച് കാരണങ്ങൾ. വയ്യെന്ന് എനിക്കറിയാം, പക്ഷെ അതെ, ഇച്ചാന്റെ കുറച്ച് മെമ്മറീസ് കൊച്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാരും വീട്ടുകാരും. അതെന്ന് വെച്ചാൽ ജേക്കബ് ഉണ്ട് അവിടെ, അല്ലേ? ജേക്കബ് പിന്നെ ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ച് ട്രെയിനിൽ വന്നപ്പോഴത്തേക്കും ഒറ്റയടിക്ക് നിന്നാണ്. വയ്യാത്ത കുട്ടിയാണ് തോന്നരുത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കൊച്ചിയില്. പൊതുവെ കൊച്ചി ഇഷ്ടമാണ്, പക്ഷെ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടുള്ളൂ ഏത് കൊച്ചി. പോലീസ് KL01 BW, പക്ഷെ വണ്ടി കണ്ടാ തോന്നുന്നു ഏതോ അല്ല. അയ്യേ ചളി, ഞാൻ അതല്ലേ പറഞ്ഞ, വണ്ടി ഒത്തിരി പഴയതുപോലല്ലേ. BW എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മളെ മിക്കവാറും നിർത്തും ലൈറ്റ് വിട്ട് നമ്മള്. പിന്നെ അവര് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. നീയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നീ കാണുന്നത്, നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവര് നോക്കുന്നത്. നീ നോർമലായിട്ട് പോയാൽ മതി. നമ്മള് ഞാൻ ചെറിയൊരു കൃഷ്ണകുമാർ ആയിക്കോട്ടെ, ആളുകൾ നമ്മളെ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ അവരെ നോക്കുമ്പോഴല്ലേ നമ്മൾ കാണുന്ന ആൾക്കാരെ നമ്മൾ നോക്കുന്നത്. നമ്മൾ അവരെ നോക്കിയില്ലെങ്കിലോ അവർ നമ്മളെ നോക്കുന്നത് നമ്മൾ അറിയോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു പട്ടിയെ നോക്കരുത്. നമുക്ക് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യണം. പ്രത്യേകിച്ച് വ്ളോഗിങ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെളിയിൽ പോകുമ്പോൾ എല്ലാരും നമ്മളെ നോക്കും ഇങ്ങനെ. ഞാനാണല്ലോ എഡിറ്റ് ചെയ്ത് തരേണ്ടത്. എന്തോന്ന് പറയുന്നത്, കളിയാക്കാ. ഇതാണ് നമ്മളുടെ പള്ളി. അയ്യോ, പള്ളി പോയി കഴിഞ്ഞല്ലോ. പിന്നെ അവരെങ്ങനെ ചായ മാറ്റുന്ന? ഇങ്ങനെ തിരിക്കും. അവരെന്ന് ഉദ്ദേശിച്ചത് ബാക്കി പ്രൊഫഷണൽ വ്ളോഗേഴ്സ്. എന്നെ പോലെ ഉടായ്പ വ്ളോഗർ അല്ല, പ്രൊഫഷണൽ വ്ളോഗർ എന്നാണ് എന്റെ ഭാര്യ പറഞ്ഞത്. കൊള്ളാടേ, ഞാൻ ഉടായ്പെന്ന് പറഞ്ഞില്ല, അത് ഇച്ചായനെ സ്വന്തമായിട്ട് ഇട്ടതാണ്. ഭയങ്കരമായിട്ട് ആടുന്നു. ഒരു നാൾ വരും ഗുയ്സ്, ഞാനൊരു പട്ടി വ്ളോഗറായി മാറും. പട്ടി വ്ളോഗർ മതി. ഇതാണ് നമ്മുടെ AKG ജനറൽ ഹോസ്പിറ്റൽ. AKG റോഡാണ് ഗൈസ്. AKG സെന്റർ കഴിഞ്ഞതാ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം.
ലെഫ്റ്റിൽ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി കോളേജ്. കാണിച്ചു കൊടുക്കുന്നത് ലെഫ്റ്റിൽ. യൂണിവേഴ്സിറ്റി കോളേജ് അല്ല, യൂണിവേഴ്സിറ്റി കോളേജ് ആണോ? കോളേജ് അല്ലേ? കേരള യൂണിവേഴ്സിറ്റി. അപ്പൊ നേരെ അതെ, യൂണിവേഴ്സിറ്റി കോളേജ് അല്ലേ? യൂണിവേഴ്സിറ്റി കോളേജ് അപ്പുറത്തെ സൈഡ് അല്ലേ? ഇത് മറ്റേ കേരള യൂണിവേഴ്സിറ്റി. ശരി, അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ. അയ്യോ, അതിന്റെ വഴി കൂടെ പോയിരുന്നല്ലേ. നമ്മളിത് ഇപ്പുറത്തെ സൈഡ് സംസം ഒക്കെ ഉണ്ടായിരുന്നു. നേരെ പോയാലോ? നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പാളയംപള്ളി എടുക്കുക. പാളയംപള്ളി ഗൈസ്, ഇതാണ് പാളയം. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം പാളയം. 3 പള്ളികൾ അല്ല, പള്ളിയല്ല, ഒരു മോസ്കും ഒരു അമ്പലവും പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുമുള്ള ഒരേ ഒരു ജംഗ്ഷൻ. മതസൗഹാർദ്ദം. ഒന്നും എടുക്കാതിരിക്കില്ല, ഓക്കെ. ആക്ച്വലി പണ്ട് നമ്മളുടെ ഗണപതി കോവിൽ ചെറുതായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അവർ ആ ഗോപുരമൊക്കെ വലുതാക്കിയത്. ഇതുവഴി പോയാൽ നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജ് കാണാം. ഇത് യൂണിവേഴ്സിറ്റി കോളേജ്. ഇവിടെ ഇവിടെ മറ്റേ നൈറ്റ് ലൈഫ് വരാൻ പോകുന്നു. BJT ഹാളിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ മാനവീയം നൈറ്റ് ലൈഫ് പോലെ ഇവിടെയും നൈറ്റ് ലൈഫ് വരാൻ പോകുന്നു. ഇത് വേറെ പള്ളി. ഇത് ഏത് പള്ളി? കാത്തലിക്സ്. അതൊക്കെ സിറിയൻ പള്ളി. മറ്റേത് വെറും പള്ളി. അതാണ് യൂണിവേഴ്സിറ്റി ക്ലോക്ക്. കാണുന്നുണ്ട്. ബിഗ് ബെൻ പോലെ ഇല്ലേ? ബിഗ് ബെൻ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ബിഗ് ബെൻ. ബിഗ് ബെൻ അല്ലേ? അതൊക്കെ പൊക്കെ ബിഗ് ബെൻ എന്നല്ലേ? ബെൻഡൻ എന്നല്ലേ? ബിഗ് ബെൻ ബെൻഡൻ മറ്റേ കാർട്ടൂണാണ്. ബിഗ് ബെൻ. സോറി ഗൈസ്. അതാ നമ്മളിതാ അണ്ടർപാസിലോട്ട് ഇറങ്ങാൻ പോകുന്നു. പാളയം അണ്ടർപാസ്. ഇതാണ് മനോഹരമായ അണ്ടർപാസ്. 2 സൈഡിലും പെയിന്റ് ചെയ്ത് ഗ്രാഫിറ്റി അടിച്ച് പെലവിളി ആടിയിട്ടുണ്ട്. ഗ്രാഫിറ്റി ഒന്നും അല്ല, പ്രോപ്പർ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ്. അതെന്ത് സാധനം? ലൈറ്റ് ഒക്കെ കുറഞ്ഞല്ലേ? ഇതാണ് ഇതിന്റെ മറ്റേ വാൻഗോഗിന്റെ സ്റ്റാറി നൈറ്റിന്റെ പിക്ചേഴ്സ്. നേരെ നമ്മൾ പോണ പനവെള്ള ജംഗ്ഷൻ. അവിടുന്ന് നേരെ അരിസ്റ്റോ ജംഗ്ഷൻ, പിന്നെ തമ്പാനൂർ. അവിടെ വരെ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടി, വഴി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. പനവെള്ള ജംഗ്ഷൻ നമുക്ക് റൈറ്റ് എടുക്കാം. തിരുവനന്തപുരം ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. ട്രിവാൻഡ്രം നേറ്റീവ്സ് മനസ്സിലാവുമല്ലോ ഞാൻ എന്തായി പറയുന്നു. ചെറുതായിട്ട് കണ്ടോളൂ. അതാണ് നമ്മുടെ പാളയം അണ്ടർപാസ്. ഇതുപോലെ നമ്മുടെ കോളം പോകുന്ന റൂട്ടിലും പൂവാർ പോണ റൂട്ടിലും ഒക്കെ നല്ല പെയിന്റിങ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട്. ആർട്സ് കോളേജിന്റെ അവിടെ അല്ല, എല്ലായിടത്തും ഉണ്ട്. ട്രിവാൻഡ്രം ഇതുപോലെ പിന്നെ മാനവീയം റോഡിലുണ്ട്. സോ വി ആർ ഗോയിങ് ബാക്ക് ഹോം. കിടന്ന് ഒലയുന്നു. നമ്മുടെ വ്യൂവേഴ്സ് കിടന്ന് ആടുന്നു. ഞാനൊന്നും പറഞ്ഞു. ഇത് മതി നോക്കി. നല്ല പറഞ്ഞ ഇതല്ല ശരിക്കും വേണ്ടത്, ബൈക്കാണ്. ബൈക്ക് ഇല്ലാത്തോണ്ടാണ് ഉറക്കെ പറയേണ്ട അവസ്ഥ. അടക്കല്ല കേക്കണ്ടേ? ഞാൻ സൗണ്ടൊക്കെ ആംപ്ലിഫൈ ചെയ്ത് എടുത്തു. ഞാൻ സൗണ്ടൊക്കെ ആംപ്ലിഫൈ എടുക്കും. അപ്പൊ നമ്മൾ വി ആർ ബാക്ക് ഹോം. ബാക്ക് ഹോം, സ്വീറ്റ് ഹോം. വീട്ടിൽ വരുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണല്ലേ. ചെന്നാണ് കൃഷ്ണകുമാറിന്റെ വീഡിയോ ആണ്. അയാളുടെ വീഡിയോ നല്ലതാണ്. ഞാനൊരു കൃഷ്ണകുമാർ ഫാൻ ആണ് ഗൈസ്. നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ അഹാനയുടെ
അച്ഛൻ സിനിമാതരൻ കൃഷ്ണകുമാർ. നല്ല വീഡിയോസാണ് പുള്ളിയുടെ. നല്ല ഇതാര് തുറന്നു? പേടിയാണ്. കട്ട് ചെയ്തോ? ഹായ് ഗൈസ്, അങ്ങനെ വീടെത്തിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി. നമ്മൾ അവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്ത്, കാരണം നമ്മൾ തിരിച്ച് വന്നപ്പം അങ്ങോട്ട് പോയപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. ഷെഡിൻ്റെ ഗേറ്റ് അടച്ചിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ തുറന്നിരുന്നെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കാറ്റ് കൊണ്ട് തുറന്നിരിക്കുക. എന്നാലും ഗേറ്റ് കുറച്ച് തുറന്നിരുന്നു. അപ്പം അതൊരു കള്ളൻ അലേർട്ട് പോലെ തോന്നി. അങ്ങനെയാണ് നമ്മളത് അപ്പോൾ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തത്. എന്തായാലും സോഫാർ പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയി നോക്കിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലീനാണ്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമ്മൾ വീടെത്തി. നമ്മളിനി കുറച്ച് നേരം TV കണ്ടിട്ട് പോയി കിടന്നുറങ്ങും. നിങ്ങളും പോയി കിടന്നുറങ്ങും, ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങും. ചെറിയ ഇവിടെ ക്ലോസ് ചെയ്യാം, ലൈറ്റ് ഇടാം, ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് തിരിച്ച് വരാം വേറൊരു വീഡിയോയിൽ. ടാറ്റാ. ബൈ.